അപ്പോൾ ഇന്നത്തേന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് ഗൈസ്. കുറേ നാളായി ഞാൻ ഫൈനലി 600 അതിൻ്റെ ഒരു സ്പെക്ക് റിവ്യൂ ചെയ്യാമെന്ന് പറയണു. പിന്നാണ് നമുക്ക് വണ്ടി കിട്ടിയത് കേട്ടോ. ഇതാണ് ആ ഐറ്റം. അപ്പോൾ ഏതെങ്കിലും സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയിൽ പോയിട്ട് ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു വണ്ടിയാണ് കേട്ടോ. ടാങ്കിൻ്റെ സൈസൊക്കെ തന്നെ കണ്ടില്ലേ. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഹെവിയാണ്. ഇതിൻ്റെ ഭാരം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ വണ്ടി നിർത്തിയിടുന്ന സമയത്ത് എന്തായാലും പറയാം. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ 4 സിലിണ്ടർ ഇൻലൈൻ എൻജിനുള്ള ഒരു വണ്ടി ഓടിക്കണം തന്നെ. വണ്ടിയുടെ സൗണ്ട് കണ്ട. ഒരു 600cc ആണെച്ചാലും ഒരു 1000cc ഒക്കെ പോലെ തന്നെയാണ് ഈ ഒരു ബൈക്കിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. ജസ്റ്റ് ഇയർഫോണൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടെ ഐഡിയ കിട്ടുന്ന തോന്നുന്നു. എൻ്റെ പൊന്നെ, നമുക്കെന്തായാലും ഇതിൻ്റെ ടോപ്പ് എൻഡ് കാണിക്കാനുള്ള റോഡൊന്നും ഇവിടെ ഇല്ല. പിന്നെ പെനിൽ എപ്പോഴും ഒരു കുറഞ്ഞ സ്പീഡിൽ ഓടിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ യഥാർത്ഥ ഒരു ഫീൽ കിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ കേരളത്തിലെ റോഡുള്ള അവസ്ഥ എന്ന് പറയണത്. അത്യാവശ്യം ഒരു 60 എടുത്ത് വരുമ്പോഴേക്കും അപ്പോഴേക്കും ഒന്നല്ലെങ്കിൽ ഒരു ഗട്ടർ അല്ലെങ്കിൽ ഒരു ഹമ്പ്, ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക് മുമ്പിലേക്ക് ചാടും. രക്ഷയില്ല കേട്ടോ. ഭയങ്കരമായിട്ട് കയറിയിരിക്കണ പോലത്തെ ഒരു ഫീലിങ്. ഭയങ്കരമായിട്ട് ഫ്രണ്ടിലേക്ക് ടാങ്കിൻ്റെ ഒരു പകുതിയിലൊക്കെ ഇരിക്കണ പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ എക്സ്പൾസിലാണ് ഞാൻ വന്നത്. പെട്ടെന്ന് ചിലപ്പോൾ ഈ ഒരു ബൈക്ക് മേക്ക് കയറിയതുകൊണ്ടാവണം. ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ടാണ് നോക്കണത്. പോണത് 30-ലാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നല്ല തരത്തിൽ ഹീറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ കാലുമ്മയ്ക്ക്. കറക്റ്റ് എൻ്റെ മുട്ടിൻ്റെ ഭാഗത്തേക്കാണ് കിട്ടണത്. ഇവിടെ ചെറിയൊരു പുഴയുടെ തീരുണ്ടെന്നാണ് പറഞ്ഞത്. ഗിയറൊക്കെ പഴം പോലെയാണ് കേട്ടോ. ഇപ്പം നിലവിൽ ബനീലിയുടെ ബൈക്കുകളിൽ സ്ലിപ്പർ ക്ലച്ച് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും അവൈലബിൾ അല്ലെങ്കിലും ഇപ്പോൾ നമ്മുടെ ഡൊമിനാർ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഡൊമിനാറിൻ്റെയും 250 ഒക്കെ പോലത്തെ ഒരു ഗിയർ ബോക്സാണ്. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല ഗിയർ ചേഞ്ച് ചെയ്യാനും ഡൗൺ ചെയ്യാനും. പിന്നെ ഈ ഒരു ബൈക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 6ാമത്തെ ഗിയറിലും നമുക്ക് സിമ്പിളായിട്ട് ഒരു 60-65 സ്പീഡിൽ ഇത് കൊണ്ടു നടക്കാൻ പറ്റും. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കില്ല ആ ഒരു സ്പീഡിൽ പോകുന്ന സമയത്തും. അവസാനം വലിയ കുഴപ്പമില്ലാത്തൊരു ഏരിയ കിട്ടി ഗൈസ്. വണ്ടിയുടെ സൗണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഒരു 85-ന് മേലൊക്കെ ഹീറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ വേറെ ലെവൽ തന്നെയാണ് കേട്ടോ വണ്ടിയുടെ സൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് R6-ൻ്റെ ഒക്കെ പോലെ ഗിയർ ഷിഫ്റ്റ് ചെയ്യണ സമയത്ത് ശരിക്കും ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. എന്തായാലും ജസ്റ്റ് ഞാൻ ഈ ഒരു വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ തന്നെ വണ്ടീനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 4 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനോട് കൂടിയിട്ടുള്ള ഒരു ബൈക്കാണ് നമ്മുടെ ബെൻലിയുടെ 600 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബൈക്ക്. ഏകദേശം ഒരു 8,50,000 രൂപയാണ് കേട്ടോ ഈ ഒരു ബൈക്കിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി വണ്ടിയുടെ ലുക്കിനെ കുറിച്ച് പറയാൻ വെച്ചാൽ വല്ലാത്തൊരു ഭീകരമായിട്ടുള്ളൊരു വലിപ്പമൊക്കെ ഈ ഒരു വണ്ടിക്ക് തോന്നിക്കുന്നുണ്ട്. അത് ശരിക്കും നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ കണ്ടോ, ഇതിൻ്റെ സൈലൻസറൊക്കെ ശരിക്കും സീറ്റിൻ്റെ അടികൂടെ സീറ്റിൻ്റെ മോൾ ഭാഗത്തേക്കായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ബാക്കിലിരിക്കുന്ന സമയത്ത് വലിയ തരത്തിലൊന്നും ഹീറ്റൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ തന്നെ വണ്ടിയുടെ എൻജിൻ സൈഡ് എടുത്ത് നോക്കാൻ വെച്ചാൽ ഒരു 600cc 4 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനാണ് ഈ ഒരു ബൈക്കിൽ വന്നിട്ടുള്ളത്. ഇനി ജസ്റ്റ് പവർ എടുത്ത് നോക്കാൻ വെച്ചാൽ നമുക്കൊരു 11,500 RPM ഒരു 86.24 bhp പവറും അതേപോലെ തന്നെ ഒരു 10,500 RPM 54.6 Nm ടോർക്കാണ് ഈ ഒരു ബൈക്കിൽ പ്രൊഡ്യൂസ് ചെയ്യണത്.
BHP-നെക്കാളും ബെൻലിയുടെ മറ്റുള്ള ബൈക്കുകളൊക്കെ പോലെ തന്നെ ടോർക്കിനാണ് ഈ ഒരു ബൈക്കിലും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ടോപ്പ് ഗിയറിലും ഒരു 60-65 സ്പീഡിൽ ഈ ഒരു ബൈക്ക് സിമ്പിളായിട്ട് ഓടിച്ചു കൊണ്ടുനടക്കാൻ പറ്റും. പവറിൻ്റെ കാര്യത്തിലും വണ്ടി ഒട്ടും ഇറങ്ങില്ല കേട്ടോ. ഒരു 195 വരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ബൈക്ക് ഓടിച്ചു കയറ്റാൻ പറ്റും. പക്ഷേ അതിന് പറ്റിയ റോഡ് എന്തായാലും നമ്മുടെ ഈ ഒരു ചുറ്റുവട്ടത്തില്ല. അതുകൊണ്ട് ടോപ്പ് എൻഡിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണമെന്നില്ല. ഇനി ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു മോഡലിൽ ഹലോജൻ ബൾബുകളാണ് ഹെഡ്ലൈറ്റിൻ്റെ സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ഇതിൽ ഈ മുകളിൽ കാണാനാണ് ഡിമ്മ്, താഴെ കാണാനാണ് ബ്രൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻഡിക്കേറ്റേഴ്സൊക്കെ എടുത്ത് നോക്കാൻ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ സാധാരണ ബൈക്കുകളായിട്ടും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഈ ഒരു ബൈക്കിൻ്റെ ഇൻഡിക്കേറ്ററിന്. ഇനി എന്തായാലും ജസ്റ്റ് നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു മോഡലിൽ നമ്മുടെ ബെൻലിയുടെ മറ്റുള്ള ബൈക്കുകളൊക്കെ പോലെ തന്നെ ചെറിയൊരു LED ടൈൽ ലാമ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കിലത്തെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീറ്റിൻ്റെ അടിയിലായിട്ടാണ് ഈ ഒരു ബൈക്കിൻ്റെ 2 സൈലൻസറും വന്നിട്ടുള്ളത്. ഇനി എന്തായാലും നമുക്ക് ജസ്റ്റ് സീറ്റിൻ്റെ ഭാഗം കൂടെ ഒന്ന് നോക്കാം. ഈ ഒരു മോഡലിൽ നമുക്ക് സ്പ്ലിറ്റ് സീറ്റാണ് വന്നിട്ടുള്ളത്. ഒരു മീഡിയം സോഫ്റ്റ്നെസ് ഉള്ള സീറ്റ് തന്നെയാണ്. മുമ്പ് എൻ്റെ ബെൻലി 302R ഒക്കെ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ അത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണിത്. അപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 5.5 ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഈ ഒരു ബൈക്കിൽ വലിയ തരത്തിലുള്ള സീറ്റ് ഹൈറ്റ് ഫീൽ ചെയ്യണില്ല. 800 mm ആണ് ഈ ഒരു ബൈക്കിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ഹൈറ്റ് ഒരു 5.5 താഴേക്കാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിൽ കാലെത്താൻ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയെന്ന് വരും. 5.5 താഴേക്കാണ് നിങ്ങളുടെ ഹൈറ്റ് എന്ന് വെച്ചാൽ മസ്റ്റായിട്ടും ടെസ്റ്റ് ഡ്രൈവ് പിടിച്ചതിന് ശേഷം മാത്രം ഈ ഒരു ബൈക്ക് എടുക്കാൻ ശ്രമിക്കുക. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബൈക്കും കൂടിയാണ് നമ്മുടെ 600i എന്ന് പറയുന്നത്. 231 കിലോഗ്രാമാണ് ഈ ഒരു ബൈക്കിൻ്റെ ഭാരം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇൻ്റർസെപ്റ്റർ 650 ഏകദേശം ഒരു 210 കിലോഗ്രാമോളം മാത്രമാണ് ഭാരം വരുന്നത്. അതിനായിട്ടും ഒരു 20 കിലോഗ്രാമോളം ഭാരം ഈ ഒരു മോഡലിന് കൂടുതലാണ്. ഇനി സീറ്റിംഗ് പൊസിഷനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരെ ഇരിക്കണത് ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇത്തിരി കൂടെ കുനിഞ്ഞ് നിന്നിട്ട് വേണം ഓടിക്കാൻ. ഇപ്പം എൻ്റെ കൈക്ക് നീളമില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഇത്തിരി ഫ്രണ്ടിലേക്ക് ഈ ഒരു ലെവലിലേക്ക് ഇരുന്നിട്ടാണ് ഞാൻ ഈ ഒരു ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ടാങ്കിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് കയറിയിരിക്കണ പോലത്തെ ഒരു ഫീൽ പോലെ എനിക്ക് തോന്നിയിട്ടാ. അതായത് വല്ലാണ്ട് ഫ്രണ്ടിലേക്ക് കയറിയിരിക്കണ പോലെയാണ് ഫീൽ ചെയ്തത്. ടാങ്കൊക്കെ ഒന്ന് ഈ ലെവലൊക്കെ ഒന്ന് ചുരുങ്ങിയിട്ടാണ് ഇരിക്കണത്. ഇനി ജസ്റ്റ് നമുക്ക് എന്തായാലും മീറ്ററിൻ്റെ ഓപ്ഷൻസിലേക്ക് പോയി കഴിയുമ്പോൾ വളരെ ബേസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് മീറ്ററിൽ വന്നിട്ടുള്ളത്. അതായത് ഗിയർ ഇൻഡിക്കേഷൻ വരെ മീറ്ററിൽ മിസ്സിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അപ്ഡേറ്റ് ചെയ്തിട്ട് വരുന്ന വെർഷനിൽ ഗിയർ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും തോന്നുന്നു. ഇതിൽ ട്രിപ്പ് 1, ട്രിപ്പ് 2 ഓഡോമീറ്റർ, അതേപോലെ തന്നെ ഫ്യൂൽ ഗേജ്, സ്പീഡ്, പിന്നെ ഇവിടെ ഹീറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, ക്ലോക്ക്, പിന്നെ ഒരു RPM വേണ്ടിയിട്ട് ഒരു അനലോഗ് മീറ്റർ, കുറച്ച് വാണിംഗ് ലാമ്പുകൾ, അത്തരത്തിൽ ചെറുതായിട്ടുള്ള ഓപ്ഷൻസ് മാത്രമാണ് ഈ ഒരു മീറ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി സ്വിച്ചുകളുടെ ഭാഗത്ത് നോക്കാന്ന് വെച്ചാൽ നമുക്ക് എഞ്ചിൻ ഓൺ ഓഫിന് ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഹസാർഡിന് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ടാണ് നമുക്ക് സെൽഫ് സ്റ്റാർട്ട് വന്നിട്ടുള്ളത്. ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്കൊരു പാസ് ലൈറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിമ്മ്, ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോൺ. അത്ര നീളം കൂടിയിട്ടുള്ള ഹാൻഡിലൊന്നല്ല, ഒരു ചെറിയൊരു ഹാൻഡിൽ, നീളം കുറഞ്ഞിട്ടുള്ളൊരു ഹാൻഡിലാണ് ഈ ഒരു ബൈക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത പോലത്തെ ചെറിയൊരു ഫീലിംഗ് ആണ് കേട്ടോ. ഒരു വിൻസ്ക്രീനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാവണം ചിലപ്പോൾ. പിന്നെ മിററിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ മിറർ ചെറിയ 2 മിറേഴ്സാണ്. പക്ഷേ വലിയ തരത്തിൽ വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാക്കിലത്തെ കാഴ്ചകളൊക്കെ അത്യാവശ്യം കാണാൻ പറ്റുമെന്ന് മാത്രമാണ് പറയാൻ പറ്റുക. ഇപ്പോൾ നമ്മളിത്തിരി ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കുനിഞ്ഞിരിക്കണതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വൈഡായിട്ട് ഇതിൽ കാണാനും പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ടാങ്കിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. ടാങ്കിൻ്റെ ഭാഗം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വലിപ്പമുള്ളൊരു ടാങ്കാണ് കേട്ടോ. ഫൈബർ ടാങ്കാണ് ഈ ഒരു ബൈക്കിൽ വന്നിട്ടുള്ളത്. ഈ ഗാർഡും കാര്യങ്ങളൊക്കെ ഫൈബറാണ് വന്നിട്ടുള്ളത്. പക്ഷേ വലുപ്പത്തിനനുസരിച്ചുള്ള ഒരു ടാങ്ക് കപ്പാസിറ്റി ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത് 15 ലിറ്റർ മാത്രമാണ് ഈ ഒരു ബൈക്കിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഏകദേശം ഒരു 15നും 23നും ഇടയിലാണ് ഈ ഒരു ബൈക്കിൻ്റെ മൈലേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലത്തെ മറ്റുള്ള ബൈക്കുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് മൈലേജും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഒരു ബൈക്കിൽ വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടെ ഒന്ന് നോക്കാം. നമുക്ക് ഈ ഒരു മോഡലിൻ്റെ ഫ്രണ്ടിൽ ഡുവൽ ഡിസ്ക് ബ്രേക്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് ഇതിൽ ഫ്രണ്ട് ഡിസ്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 320 mm ആണ്. ബാക്ക് നമുക്ക് 260 mm ഒരു ഡിസ്ക് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. ഡുവൽ ചാനൽ ABS ആണ്. അതേപോലെ തന്നെ ബെൻലിയുടെ ബാക്കിയുള്ള ബൈക്കുകളൊക്കെ പോലെ തന്നെ സ്വിച്ചബിൾ ABS ആണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് നമുക്ക് ഈ ഹാൻഡിലിൻ്റെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഓഫാക്കുക, ഓണാക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇനി ജസ്റ്റ് ടയർ സൈസും കൂടെ നോക്കാം. നമുക്ക് ഈ ഒരു മോഡലിൽ പെർലിയുടെ തന്നെ ഏഞ്ചൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ടയറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി വീലിൻ്റെ സൈസ് എടുത്ത് നോക്കാന്ന് വെച്ചാൽ നമുക്ക് 2 17 ഇഞ്ചിൻ്റെ അലോയ്സോട് കൂടിയിട്ട് ട്യൂബ്ലെസ് ടയേഴ്സാണ് ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ
ഇതിൽ ഫ്രണ്ട് ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 120/80, ബാക്ക് ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 180/55. അത്യാവശ്യം നല്ല വീതിയോട് കൂടിയതും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഗ്രിപ്പിംഗ് ഉള്ളതും. ഇപ്പോൾ കോർണറൊക്കെ ചെയ്യണ സമയത്ത് അത്യാവശ്യം നല്ല കോൺഫിഡൻസ് തരുന്ന തരത്തിലുള്ള ടയേഴ്സാണ് ഈ ഒരു ബൈക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രീമിയം ടയേഴ്സുമാണ് കേട്ടോ. ഇനി സസ്പെൻഷൻ്റെ ഭാഗം എടുത്ത് നോക്കാന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല സൈസുള്ള USD ഫോർക്കാണ് ഈ ഒരു ബൈക്കിൽ വന്നിട്ടുള്ളത്. ഇനി ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു മോഡലിലൊരു അഡ്ജസ്റ്റബിൾ മോണോഷോക്കാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് 13 തവണ ഹാർഡാക്കാനും അതേപോലെ തന്നെ 13 തവണ സ്റ്റെപ്പായിട്ട് സോഫ്റ്റ് ആക്കാനും നമുക്ക് കൈകൊണ്ട് തന്നെ ഇതിൽ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ബാക്കിലത്തെ ഒരു മോണോഷോക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസും കൂടെ നോക്കാം. ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് നോക്കുമ്പോൾ മറ്റുള്ള സൂപ്പർ ബൈക്സൊക്കെ പോലെ തന്നെ വളരെ ചെറിയൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് മാത്രമാണ് ഈ ഒരു ബൈക്കിൽ വന്നിട്ടുള്ളത്. 150 mm ആണ് ഈ ഒരു ബൈക്കിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയൊക്കെ ടോപ്പ് എൻഡൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല തരത്തിൽ തന്നെ ഈ ഒരു ഭാഗം ബെൻഡാവാനും പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. വല്ല ഹമ്പിൽ അല്ലെങ്കിൽ നല്ലൊരു ഗട്ടറിൽ വേണം മതി. ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ്. ഇനി ഗിയർ ബോക്സിനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വന്നിട്ടുള്ളത്. ബെൻലിയുടെ ബൈക്കുകളൊക്കെ ഓടിച്ച് നോക്കിയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ് കേട്ടോ. അതായത് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനോ ഡൗൺ ചെയ്യാനോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഒരു 600cc ബൈക്കാണെങ്കിലും ഇതിൻ്റെ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യില്ല. വണ്ടി ഒന്നുകൂടെ ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ സൗണ്ടിലൊക്കെ നല്ല തരത്തിലുള്ള ചേഞ്ച് വരും കേട്ടോ. ഇതാണ് ഈ ഒരു ബൈക്കിൻ്റെ സൗണ്ട് എന്ന് പറയണത്. ഇതിപ്പോൾ നമുക്ക് വലിയ തരത്തിലിവിടെ സൗണ്ട് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഇവിടുത്തെ ആൾക്കാർ നമ്മൾ ഓടിക്കും. ഇതിപ്പോൾ സീറ്റിൻ്റെ അടിയിലാണ് ഇതിൻ്റെ സൈലൻസർ വന്നിട്ടുണ്ടെങ്കിലും യാതൊരു തരത്തിലെന്നൊന്നും പറയാൻ പറ്റില്ല. ചെറിയ തരത്തിൽ മാത്രമാണ് ഹീറ്റ് പുറത്തേക്ക് വരുന്നത്. ഓടിക്കുന്ന സമയത്ത് ഒരു ട്രാഫിക്കിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മുട്ടിൻ്റെ ഈ ഒരു ലെവലൊക്കെ നല്ല തരത്തിൽ ഹീറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ വേറെ കവറിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കണം. സൗണ്ടിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും എക്സിസ്റ്റ് കയറ്റിയിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും. നിലവിൽ ഈ ഒരു ബൈക്കിൻ്റെ സ്പെക്ക് സംബന്ധിച്ചിട്ട് എനിക്ക് ഇത്രയും ഡീറ്റെയിൽസ് മാത്രമാണ് കേട്ടോ പറയാനുള്ളൂ. വിലയും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടും മുമ്പ് ഞാൻ വേറെ 4 സിലിണ്ടർ വണ്ടി ഉപയോഗിക്കാത്തതുകൊണ്ടും എനിക്ക് കറക്റ്റായിട്ട് ഈ ഒരു ബൈക്കിൻ്റെ പോരായ്മകളും കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ടൊന്നും പറയണമൊന്നുമില്ല. എന്തായാലും പോരായ്മകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയണ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ബൈക്കിന് സർവീസ് സെൻട്രോൾ വളരെ കുറവാണ്. കേരളത്തിൽ 1-2 സർവീസ് സെൻട്രോൾ മാത്രമാണ് വരണത്. പിന്നെ ഇതിൻ്റെ സർവീസ് 6000 കിലോമീറ്ററിലാണ് ഇവിടെ വരുന്നത്. ഏകദേശം ഒരു 8000 രൂപയോളാണ് ഈ ഒരു ബൈക്കിൻ്റെ സർവീസ് ചാർജ് എന്ന് പറയണത്. പിന്നെ പറയണ വേറൊരു പോരായ്മ എന്ന് വെച്ചാൽ ഈ ഒരു ബൈക്കിൻ്റെ ആക്സറീസ് ഒന്നും ഷോറൂമിൽ അവൈലബിൾ അല്ല എന്നുള്ള കാര്യമാണ്. അത് ഷോറൂമിൽ ഞാൻ ചോദിച്ചപ്പോൾ എല്ലാ ബൈക്കിൻ്റെ എല്ലാ ആക്സറീസും അവിടെ സ്റ്റോക്ക് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണമെന്ന് അറിയില്ല. മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ മറ്റുള്ള ഈ ഒരു സെഗ്മെൻറ്റിലുള്ള ബ്രാൻഡുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വണ്ടിക്ക് കുറവാണ്. ഏകദേശം ഒരു 12,000 രൂപയാണ് ചൈനീസ് പോക്കറ്റിനൊക്കെ വന്നിട്ടുള്ളത്. ബാക്കി 600 അല്ലെങ്കിൽ ഒരു 650 സീരീസ് ബൈക്കുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പാർട്സിനൊക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു വില തന്നെയാണ് ഈ ഒരു ബൈക്കിന് വന്നിട്ടുള്ളത്. ഒരു ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ലുക്ക് മാത്രമാണ് എനിക്ക് ഒരു ബൈക്കിൻ്റെ ലുക്കിൽ ബോറായിട്ട് തോന്നിയത്. ഒരു ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു തടിയ വണ്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതുമായി ഇരിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ചെറിയൊരു മനുഷ്യനും ഇത് ഭയങ്കര വലിയൊരു വണ്ടിയായിട്ടാണ് ഫീൽ ചെയ്യണത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ബൈക്ക് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് നടക്കണ ഒരു മുതലാണ്. ഇത് വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി മൈലേജ് ടെസ്റ്റ് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അതിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു റിവ്യൂ വീഡിയോയിൽ കാണാം.